പടച്ചോന്റെ മാർഗം സ്വീകരിച്ചവരെ പടച്ചോൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ചരിത്രം നോക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നട്ടുച്ചക്ക് മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കും ആളുകൾ. പോട്ടാ, ഈ ഉച്ചക്ക് മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കണോ ചോദിച്ചു. നൂഹ് നബി ഒട്ടും പതറിയില്ല, മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. അവസാനം കനത്ത മഴയും കനത്ത പ്രളയവും ഉണ്ടായപ്പോൾ കപ്പലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് എവിടെയാ? ആൺകുട്ടിയൊക്കെ ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മണ്ണിലാ. അവിടെ ജനിച്ചു. അള്ള പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴിക്കാൻ പറഞ്ഞു. നിങ്ങളാരെയും ഒഴിക്കോ നിങ്ങളെ കുട്ടീനെ നൈൽ നദിയിൽ? നൈൽ നദി പോട്ടെ, ഈ തോട്ടിൽ ഒഴിക്കോ? എന്നിട്ടല്ലേ നൈൽ നദി? പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി. പെട്ടി കിട്ടിയത് ശത്രുവിന്റെ കയ്യിൽ. തൊലിപ്പുറം കറുത്ത മൂസനെ കണ്ടപ്പോ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടമാണ് തോന്നിയത്. ഇത് കൺകുളിർമ നൽകുന്നു, ഇത് നമുക്ക് ഉപകാരം ചെയ്യുമെന്ന് ഫിർഔനോട് ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ശത്രുവിന്റെ കൊട്ടാരത്തിൽ സുഖകരമായ ജീവിതം. കയ്യബദ്ധത്താൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ നാടുവിടേണ്ടി വന്നു. ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പുറപ്പെട്ടു. അവിടെ ആടിന് വെള്ളം കൊടുക്കാതെ മാറി നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് വെള്ളം കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് കൂലി തരാൻ ഉപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉപ്പന്റെ അടുത്ത് ചെന്നപ്പോ ഉപ്പ പറഞ്ഞു, 10 കൊല്ലം നീ ഇവിടെ നിന്നോ, നിനക്ക് ജോലിയും തരാ, എൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചും തരാം. സേഫായി. തിരിച്ചു പോരുമ്പോഴാണ് തൂരിസീനയുടെ മുകളിൽ പ്രകാശം കാണുന്നതും പ്രവാചകനാണ് എന്ന സെലക്ഷൻ കിട്ടുന്നത്. എന്നിട്ടുള്ള ഓർഡർ എന്താണ്? എവിടെ നിന്ന് ആരെ ഭയപ്പെട്ടാണോ അങ്ങോട്ട് പോകുന്നത് അയാളുടെ അടുത്ത് പോകണം. ഇത് ഹബീല ഫിർഔന ഇന്നഹു തഗാ. പഠിച്ചവന് ഞങ്ങൾക്ക് പേടിണ്ട്, അവൻ ഞങ്ങളെ മുൻകടക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ, ഇന്നി മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഞാൻ കാണുന്നുമുണ്ട്, നിങ്ങളെ ഞാൻ കേൾക്കുന്നുമുണ്ട്. ഡോണ്ട് വറി, പോയിക്കോളിയാണ്. ഫിർഔൻ എന്താ ഉണ്ടാവുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തുള്ള മുഴുവൻ മജീഷ്യന്മാരെയും വിളിച്ചു കൂട്ടിയത് ഫിർഔൻ. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എല്ലാം ഫിർഔൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടപ്പോ അവരുടെ കയറ് മുഴുവൻ പാമ്പ് തിന്നു തീർത്ത് തിരിച്ചു വന്നപ്പോ മജീഷ്യന്മാർ മുഴുവൻ സുജൂദിൽ വീണു. അള്ളാഹ് ഏറ്റെടുത്ത പിന്നെ ഈ ലോകത്തൊരു ചുക്കും പേടിക്കണ്ട. മനസ്സിലായി? നിങ്ങളെ ജോലി നിന്ന് പിരിച്ചിട്ട് വിചാരിച്ചോ? നമ്മളെന്തേ ചിന്തിക്കേണ്ടുള്ളൂ? മറ്റൊരു ജോലി അന്വേഷിക്കാനുള്ള ഫ്രീഡം കിട്ടി. മനസ്സിലായി? വേറൊരു ജോലിയിലേക്ക് മാറാനുള്ള ഫ്രീഡം കിട്ടി. അത്ര ചിന്തിക്കേണ്ടുള്ളൂ. പടച്ചോനുമായിട്ട് നമ്മൾ നല്ല ഒരു പേടി പേടിച്ചു. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔനും കൂട്ടരും. മൂസ നബിയുടെ ആൾക്കാർ പേടിച്ചു. അവർ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ. മൂസ, നമ്മൾ ഇപ്പൊ പിടിക്കപ്പെടും. കാരണം മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂടെ. ഒരു രക്ഷയില്ല, പെട്ട്. എന്താ മൂസ നബി പറഞ്ഞത്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ വഴി കാണിക്കും. നിങ്ങൾ പരിശോധിച്ചു, ചരിത്രത്തിൽ അള്ളാന്റെ കൂടെ കൂടിയ ഒരുത്തനെയും പടച്ചോൻ കൈവിട്ടിട്ടില്ല. സൗർ ഗുഹയിലിരിക്കുക മുത്തുനബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ സൗർ ഗുഹന്റെ കോലായിലെത്തി. കൈ കിട്ടിയാൽ തുണ്ടം തുണ്ടമാക്കി മുറിക്കാനുള്ള തീരുമാനമാണ് അവർ. ആ തീരുമാനവുമായിട്ട് സൗറിന്റെ മുന്നിലെത്തിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, കാലിന്റെ ചുവട്ടിലേക്ക് അവർ നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അള്ളാഹു മൂന്നാമനായുള്ള 2 പേരെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. സ്വർഗ്ഗം, നമ്മുടെ ജോലി എന്താകട്ടെ, നമ്മുടെ വീട് ചെറുതോ വലുതോ ആകട്ടെ, നമുക്ക് എന്തെല്ലാം ബലഹീനത ഉണ്ടാവട്ടെ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ നല്ലൊരു ആബിദാണോ, നല്ല വിനയാനിതനായ അടിമയാണോ, അള്ളാഹ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. അള്ളാഹ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യും.